നമ്മൾ വിശ്വാസം ഒരു കൃപാവരം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഉപവകുപ്പുകളിൽ 552 വകുപ്പ് നമ്മൾ ഇന്നലെ എടുത്തു. 552 നമ്മൾ ഇന്നലെ പഠിച്ചത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. അതായിരുന്നു ഇന്നലത്തെ നമ്മളെ പ്രധാന വിഷയം. അപ്പോൾ വിശ്വാസം ഒരു ദൈവദാനമാണ്. ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃതമാണിതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഉപവകുപ്പിൽ 1814 നമ്മൾ ഇന്നലെ വായിച്ച് അങ്ങ് നിർത്തി. കാരണം അത് ഇത്തിരി വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. 1814 അതിലേക്ക് പോവുകയാണ് നമ്മൾ. ഉടനെ വിശ്വാസം. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന 3 ദൈവിക സുഹൃതങ്ങൾ. ആ 3 ദൈവിക സുഹൃതങ്ങളിലെ ഒന്നാണ് വിശ്വാസം. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം അബ്രാഹത്തിന് വിശ്വാസമെന്ന ദാനം നൽകി. അത് ദാനമാണ്. അബ്രാഹം ഒന്നും ചെയ്തിട്ടല്ല. അബ്രാഹത്തോട് ദൈവം അത് പറഞ്ഞപ്പോൾ അതിൽ തന്നെ അത് വിശ്വസിക്കാനുള്ള ഒരു ദാനം കൊടുത്തിരുന്നു. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം, അതെങ്ങനെ ദൈവം? അങ്ങനെ ഒരു മറുചോദ്യം ചോദിക്കുന്നില്ല. കാരണം അബ്രാഹത്തിന് ആ വിശ്വസിക്കാനുള്ള കൃപ ആ വാക്കുകളിൽ ദൈവം പറയുന്ന ശബ്ദത്തിൽ അങ്ങോട്ടേക്ക് ഇൻസ്റ്റാൾ ആകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ദൈവസ്വരം ശ്രവിക്കുക. ആ സ്വരത്തിൻ്റെ അകത്ത് തന്നെ ദൈവം തന്നെയാണ്. വിശ്വാസം അതിലുണ്ട്. അതാണ് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന് പറയുന്നത്. അപ്പോൾ അബ്രാഹത്തിന് വിശ്വാസം ലഭിച്ചു. അബ്രാഹത്തോട് കർത്താവ് പറയുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ നോക്കിയേ. ഓക്കെ, നീ അതൊന്ന് എണ്ണാമോ? അതെങ്ങനെ എണ്ണണേ? എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. എനിക്കോ ഇത്രയും പ്രായമായ ഞാൻ, എൻ്റെ ഭാര്യയും പ്രായം കവിഞ്ഞിരിക്കെ ഓക്കെ ഭയങ്കര സന്തോഷിക്കാതിരിക്കോ? അബ്രാഹാം അങ്ങ് വിശ്വസിക്കുകയാണ്. ഇതിനെയാണ് പ്രത്യാശ. ഇത് അബ്രാഹാം ചിരിച്ചത് ഭയങ്കര പ്രത്യാശ. അതാണ് ഇസഹാക്ക്. വിശ്വാസം അബ്രാഹത്തിന് കിട്ടി. ആ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസം മൂലം ഉണ്ടായ പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ നിന്ന് വന്നതാണ് ഇസഹാക്ക്. ആ വിശ്വാസമാകുന്ന അബ്രാഹവും പ്രത്യാശയാകുന്ന ഇസഹാക്കുകളും കൂടി ചേർന്നപ്പോഴാണ് യാക്കോബ്. സ്നേഹം മാത്രം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദൈവം എന്നർത്ഥം. അപ്പോൾ ഇത് സഭാപിതാക്കന്മാർ നമ്മൾക്ക് കറ്റേന ഔറയായിൽ പഠിപ്പിച്ചത് ഞാൻ റിലേ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വിശ്വാസ സുഹൃതങ്ങൾ നമുക്ക് കിട്ടിയത്. വിശ്വാസ സുഹൃതങ്ങൾ അഥവാ തിയോളജിക്കൽ വെർച്യൂസ്. 3 തിയോളജിക്കൽ വെർച്യൂസ് ആണുള്ളത്. 3 വിശ്വാസ സുഹൃതങ്ങളല്ല, ദൈവിക സുഹൃതങ്ങൾ. തിയോളജിക്കൽ വെർച്യൂസ്, ദൈവിക സുഹൃതങ്ങൾ. ഇതാണ് പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 13 അവസാനം പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. സ്നേഹമാണ് സർവോത്കൃഷ്ടം. എന്നാൽ അതിലേറ്റവും വലുത് സ്നേഹമാണ്. ആ സ്നേഹം ആണെങ്കിലും ആ സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമാണ്. അതാണ് അത് തമ്മിലുള്ള കണക്ഷൻ. സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ജീവൻ, നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്?
നമ്മളുടെ ആത്മാവ് ശരീരവുമായിട്ട് ഒന്നിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ചാലക ശക്തിയുടെ കാരണം എന്താണ്? ഈ ചാലക ശക്തി, ഞാൻ സംസാരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രഘോഷിക്കുന്നു, ഇതിൻ്റെ എല്ലാം ചാലക ശക്തി എന്താണ്? എൻ്റെ ആത്മാവാണ്. എൻ്റെ ആത്മാവാണ് എനിക്ക് ജീവൻ നൽകുന്നത്. ആത്മാവില്ലെങ്കിൽ ഈ ശരീരം അവിടെ കിടക്കും. എന്തായിട്ട് കിടക്കും? ഡെഡായിട്ട് കിടക്കും. എന്ന പോലെ വിശ്വാസമില്ലാത്ത സ്നേഹം, അതിൽ തന്നെ ജീവനില്ലാത്ത, ഊഷ്മളതയില്ലാത്ത, കരുത്തില്ലാത്ത, ചലനമില്ലാത്ത ഒരു സ്നേഹമാണ്. സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസമില്ലെങ്കിൽ ആ സ്നേഹത്തിന് ശക്തിയില്ല, അർത്ഥമില്ല, കഴമ്പില്ല. അതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്തിലേക്ക് പോവുകയാണ്. 1814 വളരെ പ്രമാദമാണ് കേട്ടോ. ദൈവം സത്യം തന്നെയാകയാൽ, അത് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം ആരാണ്? സത്യം തന്നെയാണ്. ആകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും. 2 പോയിന്റ്. മൂന്നാമത്തേത്, നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും. ഏത് സുഹൃത്തത്താലാണോ അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളവയിലെല്ലാം ഏറ്റവും കഴമ്പുള്ള ഒരു പ്രബോധനമാണിത്. ഇതിനകത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ പാരഗ്രാഫ് മുഴുവനും ഒന്ന് കൂടി കേൾക്കാം. അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃതം, തിയോളജിക്കൽ വെർച്യു, ദൈവിക സുഹൃതം. വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. കണ്ടോ, അബ്രാഹത്തിന് ആ വിശ്വാസം കിട്ടിയതിൻ്റെ പേരിലല്ലേ അധികം താമസിയാതെ അബ്രാഹം കർത്താവ് പറഞ്ഞത് ചെയ്യാണ്. നാടും വീടും എല്ലാവരെയും വിട്ടിട്ട് അങ്ങ് പോവുകയാണ്. അബ്രാഹത്തിൻ്റെ വീട്ടുകാരിൽ ഇതിന് വട്ടൻ എന്തി പറഞ്ഞ ഇത്രയും സ്ഥലവും ഈ ഭൂമി ഇതെല്ലാം നിനക്കുള്ള, നീ ഇതൊക്കെ വിട്ടു പോണോ? അത് ഞാൻ പോവുകയാണ്. നീ എന്തീ പറയണം? നിനക്ക് അവിടെ ആരോ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇല്ല, എൻ്റെ ദൈവമാണ് പറയണത്. ഞാൻ ദൈവം പറയണത് കേൾക്കും. ഞാൻ പോവുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക ആ സീൻ. അബ്രാഹം എന്നുള്ള ഒരു ഫിലിമുണ്ട്. ആ ഫിലിം കണ്ടാൽ നല്ലതാണ്. അതിലിത് മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. കോരിത്തരിക്കുന്നൊരു അനുഭവമാണ്. ഇവരെല്ലാവരും പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ അബ്രാഹം പറയുകയാണ്, ഇല്ല, ഞാൻ പോവുകയാണ്. ഇതാണ് സമൂഹം മുഴുവനും അവന് വട്ടാണെന്ന് പറയും. നമുക്കെല്ലാം ഉണ്ടാകാവുന്നൊരവസ്ഥ ഇതാണ്. വിശ്വാസത്തിൽ ജ്വലിക്കാൻ തുടങ്ങിയാൽ സമൂഹം മുഴുവനും നമ്മളെ വട്ടാണെന്നേ പറയുള്ളൂ. അതിനെ അവർക്ക് വിഷമമില്ല നമുക്ക്. കാരണം നമ്മൾക്ക് സ്വാതന്ത്ര്യമാണ്, നമുക്ക് നല്ല ഉറപ്പാണ്. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. എനിക്ക് എൻ്റെ ഈ വസ്തുവകളോ എൻ്റെ സ്വത്തോ സമ്പാദ്യമോ ഇവിടെ ഉള്ളത് എല്ലാത്തിനേക്കാളും വലുത് ദൈവം തന്നെയാണ് എന്നുള്ള ആ വിശ്വാസം മൂലമുള്ള ഒരു ശക്തി നമ്മിലേക്ക് വന്നു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉത്തരേന്ത്യ ഭാഗത്താണ്. ഞാൻ അവിടെയെല്ലാം കുർബാനയ്ക്ക് ഇപ്പോൾ ചില സ്ഥലത്ത് ചെന്നു, അവിടെ പള്ളി അന്വേഷിച്ചു, പള്ളിയിൽ കുർബാനയുടെ സമയം അന്വേഷിച്ചു. രാവിലെ 6 മണിക്കാണ്. ശരി, 6 മണിക്ക് ഞാൻ അവിടെ കുർബാനയ്ക്ക് എത്തി. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്ഥിരം ഞാൻ അവിടെ കുറച്ച് സമയം, എനിക്ക് ഇനി സമയമുണ്ട്, അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് അച്ഛൻ വിളിച്ച് ചോദിക്കല, എന്താ വല്ല കുഴപ്പമുണ്ടോ? കാരണം ഇങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് ഈ സ്വീകരിച്ച കുർബാനയിലുണ്ടായ അനുഭവവും ആ വചനവും ആ ഈശോ നമ്മളിലേക്ക് വന്നിട്ടുള്ള ആനന്ദവും നമ്മൾ ആ സമയത്താണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും. ഞാൻ എവിടെ കുർബാനയ്ക്ക് പോയാലും അത് കഴിഞ്ഞ് കുറച്ച് സമയം എനിക്ക് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്നെ ചോദിച്ചു, വല്ല അസുഖമുണ്ടോയെന്ന്. ആര് ചോദിച്ചു? ഞാനിപ്പോൾ കുറ്റം പറയല്ല, വികാരിയച്ഛൻ തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയല്ല, ഇതാണ് ലോകത്തിൻ്റെ കിടപ്പ്.
ആരെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങിയാൽ എന്താ കാര്യം? വല്ല പ്രശ്നമുണ്ടോ? ആരെങ്കിലും കുറച്ച് കൂടുതൽ പ്രാർത്ഥിച്ചാൽ തോന്നും ഇതെന്തോ അസുഖമാണ്. ആരെങ്കിലും പറയാണ് എനിക്ക് കർത്താവ് സന്ദേശം തന്നു, കർത്താവ് സംസാരിച്ചു. എന്താ സംസാരിച്ചേ? എല്ലാം വിട്ട് നീ എൻ്റെ വേലയ്ക്ക് വരാന്ന്. ഉടനെ പറയും ഇവനെ വല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കി, ഇവനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഇപ്പം അവരെ കുറ്റം പറയല്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ജീവിക്കുന്നതും അത് തുറന്നുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ ഇനിയും. കാരണം എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ, എന്നാൽ മാത്രമേ അതൊരു വെല്ലുവിളിയാകുകയുള്ളൂ. ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ് അഗസ്തീനോസ് എന്താ പറഞ്ഞത്? തല മുതൽ പാദം വരെ എല്ലാം ഹല്ലേലൂയ എന്നാണ്. അപ്പോൾ ഇവിടെ ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതമറിയാനും, പ്രൈസ് ദ ലോർഡ്, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു വിശ്വാസി. ഇപ്പം നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഡ് സ്റ്റിക്ക്, ഒരളവുകോലാണത്. വിശ്വാസി എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഹിതമറിയാനും ഓരോ കാര്യത്തിലും എന്താണ് ദൈവഹിതം എന്നറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. ഒരുപക്ഷെ പൂർണ്ണമാവില്ല, എങ്കിലും ശ്രമിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. റോമർ 1:17. സജീവ വിശ്വാസം എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഗലാത്യ ലേഖനം. അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ടാമത് തിരിച്ചു വരുമ്പോൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്ന ആ 3 കാര്യത്തെ വിശദമായി മനസ്സിലാക്കണം. എന്താണത്? ദൈവം സത്യം തന്നെയാകയാൽ, ഉണ്ടോ? ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. ദൈവം സത്യം തന്നെയാകയാൽ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ പാരഗ്രാഫിൻ്റെ 6-ാമത്തെ വചനത്തിൽ പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണത്. സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ചിലത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ അംബ്രോസും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സഭയിൽ 2 വലിയ പിതാക്കന്മാരാണ്. വിശുദ്ധ അംബ്രോസ് ഒരു അക്രൈസ്തവനായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിനെ മെത്രാനാക്കിയത്. അദ്ദേഹം അവിടുത്തെ ഗവർണറായിരുന്നു. സ്ഥലത്തെ മെത്രാനെ തിരഞ്ഞെടുക്കുന്നതിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഗവർണർ അവരെ സമാധാനിപ്പിക്കാൻ ചെന്നതാണ്. അവിടെ പ്രശ്നമുണ്ടാകാതിരിക്കാൻ, കാര്യങ്ങൾ സമാധാനത്തിൽ നടക്കാൻ വേണ്ടി അവർ തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചെന്നു. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അവിടെ നിന്നൊരു ചെറുക്കൻ, ഒരു കൊച്ചിങ്ങനെ പറയാൻ തുടങ്ങി, അംബ്രോസ് ബിഷപ്പ്. സാവധാനം എല്ലാവരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അംബ്രോസ് ബിഷപ്പ്. സാവധാനം പള്ളി മുഴുവനും പറയാൻ തുടങ്ങി അംബ്രോസ് ബിഷപ്പ്. അപ്പം ഈ 2 കൂട്ടരും, അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്ന 2 കൂട്ടർക്കും തോന്നി, ശരിയാ, നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കണത് എന്താ, ഈ അംബ്രോസ് തന്നെയാണ് ബിഷപ്പ് ആകാൻ. അങ്ങനെ ആ സമൂഹം അംബ്രോസിനെ ബിഷപ്പായി തിരഞ്ഞെടുത്ത്. അദ്ദേഹം മാമോദിസ പോലും സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ക്രിസ്തു അനുഭാവിയാണ്. അതാലോചിച്ച് നോക്കി കാര്യം. അവസാനം അങ്ങനെ ഓടിക്കളഞ്ഞു, ഓരോടത്ത് പോയി ഒളിച്ചിരുന്നു. അവസാനം ഈ തീരുമാനം എംപററിൻ്റെ അടുത്ത് അറിയിച്ചു, ഇതാണ് തീരുമാനം, അതുകൊണ്ട് നിങ്ങളിതൊരു ഡിക്രി ഉണ്ടാക്കണം. അംബ്രോസിനെ ഈ സ്ഥലത്തെ ബിഷപ്പായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഒളിവിൽ നിന്ന് പോരണം, അദ്ദേഹത്തെ ആരും ഒളിപ്പിക്കരുത്, ഒളിച്ചാൽ അത് രാജനീതിക്കെതിരാണെന്ന് പറഞ്ഞ് ഉത്തരവ് വന്നപ്പോൾ അദ്ദേഹം ഒളിവിൽ നിന്ന് പോന്നു. അങ്ങനെ അദ്ദേഹം ബിഷപ്പായി. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഉണ്ടായൊരു സംഭവമാണ്, മോനിക്ക പുണ്യവതി മിലാനിൽ ഒരു വളരെ ഭക്ത സ്ത്രീയാണ്, എന്നാൽ മകൻ ഒരു വിശ്വാസമില്ല.
ഇത് നമുക്ക് വലിയ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് വചനമെല്ലാം പഠിക്കുന്നു, ദിനരാത്രം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് അത്രയും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. അതോർത്ത് വിഷമിക്കണ്ട. ഈ മോനിക്ക പുണ്യവതിയുടെ കാര്യം ഓർത്താൽ മതി. മോനിക്ക പുണ്യവതി നിരാശപ്പെട്ടില്ല. വിശ്വാസത്തിൻ്റെ കരുത്തുള്ളൊരു സ്ത്രീയാണ്, ഒരമ്മ. അതാണ് അമ്മമാരുടെ വിശ്വാസം ശക്തമാണ്. അമ്മയുടെ ഗർഭത്തിൽ ദൈവമല്ല ഈ കുഞ്ഞിനെ ഉരുവാക്കിയത്. മോനിക്ക പിതാവിൻ്റെ അടുത്ത് അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് എപ്പോഴും പോയി ഇങ്ങനെ ആ പ്രസംഗം, അംബ്രോസിൻ്റെ പ്രസംഗം വളരെ പ്രമാദമാണ്. ഒരുപാട് പേര് കേൾക്കാൻ വരും. അപ്പോൾ ഒരു ദിവസം മകൻ ഭയങ്കര പ്രാസംഗികനൊക്കെയാണ്, പക്ഷെ ലോകകാര്യങ്ങളും വലിയ ഫിലോസഫി ഒക്കെയാണ് പ്രസംഗിക്കൊണ്ടിരിക്കുന്നത്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് ഒക്കെ മകനറിയാം. അപ്പോൾ മകൻ വലിയൊരു ഒറേറ്ററാണ്. അപ്പോൾ മകന് ഒരു ദിവസം അട്രാക്ഷൻ തോന്നി, ഈ അംബ്രോസിൻ്റെ പ്രസംഗ ശൈലി ഒന്ന് പഠിക്കാം. എന്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ ശൈലി, എന്തുകൊണ്ടാണ് എല്ലാവരും അംബ്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നത്? അങ്ങനെ ഒരു ഭൗതികമായ താല്പര്യത്തിൽ അഗസ്ത്യക്കുട്ടിയും വന്നു അമ്മയുടെ കൂടെ. അദ്ദേഹം അങ്ങനെ ഇരുന്നതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായി ആ പ്രസംഗ പാഠവും ശൈലി, വാക്കുകളുടെ ഗാംഭീര്യമെല്ലാം. അപ്പോൾ അവസാനം അത് കഴിഞ്ഞിട്ട് അംബ്രോസ് പിതാവുമായിട്ട് ഒരു കൂടിക്കാഴ്ച അമ്മ സഹായിച്ചു ഉണ്ടാക്കി. അപ്പോൾ അംബ്രോസ് പിതാവ് ചോദിച്ചു, മകനെ നീ എന്താ ചെയ്യണേ? അപ്പോൾ മകൻ വലിയ ജീനിയസിൻ്റെ മാതിരി പറഞ്ഞു, ഞാൻ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം സെർച്ചിങ് ദ ട്രൂത്ത്. ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അംബ്രോസ് കൂളായിട്ട് പറഞ്ഞു, സത്യം നീ അന്വേഷിക്കേ? സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്നെ അന്വേഷിക്കുന്നു? അതെ, സത്യം ഒരു വ്യക്തിയാണ്. ട്രൂത്ത് ഈസ് സെർച്ചിങ് യു. ട്രൂത്ത് ഈസ് എ പേഴ്സൺ. ആകെ തലക്കീഴ് മറിയണമായിട്ടൊരു സിദ്ധാന്തം. അഗസ്തീനോസിൻ്റെ എല്ലാ ചിന്താധാരണയും, ലൈൻ ഓഫ് തോട്ട് എന്ന് പറയില്ല, ചിന്താധാരയ്ക്കും കംപ്ലീറ്റ് കോൺട്രഡിക്ഷൻ. ചിന്താധാര, അതാണ് ലൈൻ ഓഫ് തോട്ട്. തകിടം മറിക്കണം. അഗസ്തീനോസ് പറയാണ്, വാട്ട് യു മീൻ? യെസ്, സത്യം ഒരു വ്യക്തിയാണ്. അതാണ് ജീസസ് ക്രൈസ്റ്റ് said, I am the truth. I am the life. And I am the way. കംപ്ലീറ്റ് ആ ചിന്തയുടെ ഗതി മാറി. അതൊരു മനസാന്തരത്തിലേക്ക് നയിക്കാനുള്ളൊരു കാരണമായി. അപ്പോൾ ഇതാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സത്യം ഒരു വ്യക്തിയാണ്. ട്രൂത്ത് ഈസ് എ പേഴ്സൺ. ആ സത്യവുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായോ? അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ച. അപ്പോൾ ഇതെല്ലാം അത് വലിയൊരു രഹസ്യമാണ്. വിശ്വാസത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ദൈവം സത്യം തന്നെയാകയാൽ. ഇതിൽ കൂടുതൽ ഈ വാക്കിനെ ഇനി എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക? ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതാണ് അതിൻ്റെ രഹസ്യം. അത് കൂടിക്കാഴ്ച ഉണ്ടാകണം. ആരെ കൂടിക്കാഴ്ച ഉണ്ടാകണം? ദൈവം സത്യം തന്നെയാകുന്ന യേശുക്രിസ്തുവുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തി ദൈവം തന്നെയാണെന്നും ഉള്ള ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരും. ആ കൂടിക്കാഴ്ചയിലൂടെയാണ്, ആ ഹൃദയത്തിൽ ആ ഏറ്റുമുട്ടലിലൂടെയാണ് ആ ദൈവം തന്നെയായ സത്യം നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നത്, നമ്മളിൽ ആത്മാവിൽ ലയിക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യം മനസ്സിലാകും. നമ്മളെല്ലാ നുണയിൽ നിന്നും മാറും. നുണ എന്നിവിടെ പറയുന്നത് ദൈവമാകുന്ന സത്യത്തിനെതിരായിട്ട് എന്തെല്ലാമുണ്ടോ അജ്ഞതയാണ്. ഇപ്പോൾ പിശാച് ആദ്യം പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നിരുന്ന ആദത്തിൻ്റെയും ഹവ്വയുടെ അടുത്താണ്. സത്യമറിയാമായിരുന്നു അവർക്ക്, പക്ഷെ കഴമ്പില്ല.
നുണ വന്നപ്പോൾ അവരങ്ങോട്ടേക്ക് മാറി. നുണയനായ പിശാച് അവരോട് പറയാണ്, ഈ ഫലം ഭക്ഷിച്ചാൽ അത് ഒരു അത്തിമരത്തിൻ്റെ ചോട്ടിലാണ് അവർ നിന്നിരുന്നത്. അത്തിപ്പഴമാണ് അത്തിയുടെ ഇലകളാണ് അവർ പറിച്ചുകൊടുത്തതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തിയിലകൾ പറിച്ചവർ നാണം മറച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അത്തിയുടെ ഫലമായിരിക്കാം അവിടെ പിശാച് ഉപയോഗിച്ചത്. അപ്പോൾ പിശാച് അവരോട് പറഞ്ഞപ്പോൾ ആ നുണ അവരുടെ അകത്ത് കയറി. സത്യത്തിൽ അവർ മുറുക്കെ പിടിച്ചില്ല, സത്യത്തിന് വിശ്വാസം ഉണ്ടായില്ല. അതാണ് ഓക്കെ. അപ്പോൾ സത്യം തന്നെ ആകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും. അപ്പോൾ ഇതാണ് ഒന്ന്, ദൈവം തന്നെയാകുന്ന സത്യത്തിൽ. അപ്പോൾ അവിടെയാണ് 7 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈശോ തന്നെ പറയുന്നത് 7 ഐ ആം സെയിങ്സ്, 7 ഐ ആം, ഞാനാകുന്നു എന്നുള്ള 7 പ്രഖ്യാപനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ ഐ ആം സെയിങ് 6-ാം അധ്യായം 51-ാമത്തെ വചനത്തിലാണ്. യോഹന്നാൻ 6-ാം അധ്യായം 51-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, ഞാനാകുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം. ഞാനാകുന്നു, ഐ ആം ദ ലിവിങ് ബ്രെഡ് came down from heaven. ഞാനാകുന്നു ജീവൻ നൽകുന്ന അപ്പം. കണ്ടോ, ഞാൻ ആകുന്നു അപ്പം. അപ്പോൾ അപ്പം ആരാകുന്നു? ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പമാണ് ഞാൻ. എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യജീവനുണ്ട്. അതാണ് ആദ്യത്തെ ഐ ആം സെയിങ്. രണ്ടാമത് ഇത് 6-ാം അധ്യായത്തിലാണ്. ഇനി 8-ാം അധ്യായത്തിൽ ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം, എന്നിലൂടെ നടക്കുന്നവൻ അന്ധകാരത്തിൽ വീഴുകയില്ല. കണ്ടോ, 8-ാം അധ്യായം 12-ാമത്തെ വചനം. ഇനി 3-ാമത്തേത് 8, 9, 10-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ 10-ാം അധ്യായം 3-ലോ 7-ലും ആകാം. ഞാനാകുന്നു വാതിൽ. ഞാനാകുന്നു വാതിൽ. എന്തിൻ്റെ വാതിൽ? സ്വർഗത്തിൻ്റെ വാതിൽ. സ്വർഗമെന്ന് പറയുമ്പോൾ മുകളിലോട്ട് നോക്കരുത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ ത്രിത്വൈക ദൈവത്തിലേക്കുള്ള പ്രവേശനം എന്നിലൂടെയാണ്. എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിലേക്ക് വരികയില്ല. അതാണ് ഞാനാകുന്നു വാതിൽ. ഇപ്പം എത്രയായി? 3 ഇനി 10-ാം അധ്യായത്തിൽ തന്നെയാണ് പറയുന്നത്. 10-ാം അധ്യായം 11, 12 ആകാം. ഞാനാകുന്നു നല്ല ഇടയൻ, ഞാൻ എൻ്റെ ആടുകൾക്ക് എൻ്റെ ജീവൻ കൊടുത്ത് രക്ഷിക്കും. അതാണ് 4. ഞാനാകുന്നു നല്ല ഇടയൻ. ഇനി 5, 11-ാം അധ്യായം 11 എന്താണ്? ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. പ്രൈസ് ദ ലോർഡ്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. 5. ഇനി 6, 14:6 യോഹന്നാൻ 14:6 എന്താണ്? ഞാനാകുന്നു സത്യവും വഴിയും ജീവനും. കണ്ടോ. ഇനി 7 ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകളും, ആരെന്നിൽ കുടികൊള്ളുന്നോ അവനിൽ ഞാൻ കുടികൊള്ളും. ഇതാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതിനെ ചിന്തിക്കാം. ദൈവം തന്നെയാകയാൽ, ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സംക്ഷിപ്തമാണ്. ഈ 7 ഐ ആം സെയിങ്സ്. ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നത്. അവിടുന്ന് നേരിട്ട് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തതാണ് ഈ 7 കാര്യങ്ങൾ. ഒരുപാടുണ്ട്. ഞാനതിനെ എളുപ്പത്തിനായിട്ട് സാംശീകരിച്ചതാണ് നിങ്ങൾക്ക് എളുപ്പത്തിന്. ഈ 7 കാര്യം എങ്കിലും നമ്മൾ അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും എന്ന് പറയുകയും അധികം താമസിയാതെ അത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ
മർത്താമറിയൻ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പം അതുവരെ അവർ യേശുവിൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. യേശു എല്ലാവരെയും രോഗശാന്തിയൊക്കെ നടത്തുന്ന ഒരാളായിട്ടാണ് കണ്ടോ. അതുകൊണ്ട് രോഗിയായപ്പോൾ ഉടനെ യേശുവിൻ്റെ അടുത്ത് ആളയച്ചു. പക്ഷെ യേശു വന്നില്ല. അവർക്ക് ഭയങ്കര പ്രയാസമായി. നീ വന്നായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴാണ് ഈശോ സത്യം പറയണത്, നിന്റെ സഹോദരൻ ഉയർക്കും. അപ്പോൾ അവർ പറഞ്ഞു, അന്ത്യദിനത്തിലുള്ള ഉയർപ്പിൽ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതവരുടെ വിശ്വാസ പ്രഘോഷമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം പറയുന്നില്ല, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് അത് അവർക്ക് അറിയായിരുന്നു. നമ്മൾക്കത് എന്നാണ് അറിഞ്ഞത്? നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ എന്നാണ് അത് അറിഞ്ഞത്? നമ്മുടെ ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് നമ്മുടെ ആത്മാവിനോട് ചേരും. ഞാൻ വളരെ വളർന്ന ഒരാളോട് ഇത് പറഞ്ഞപ്പോൾ, അതെങ്ങനെയാണ് അങ്ങനെ ചേരണത്? അപ്പോൾ പിന്നെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കും എന്നിങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാറ്റഗറിസിൽ നിന്ന് എടുത്ത് വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകെ ആശ്ചര്യഭരിതനാണ്. തിയോളജി എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ബ്രദർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായ, എൻ്റെ ദൈവമേ, അത് വലിയൊരു കാര്യമാണല്ലോ. അത് വലിയൊരു കാര്യമാണ്. ആ പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നതിൽ ആണ് നമ്മുടെ വിശ്വാസ പ്രമാണം മകുടമണിയുന്നത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈശോ പറഞ്ഞതും വെളിപ്പെടുത്തിയതും. ഈശോ പറഞ്ഞു എന്നിട്ട് പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എവിടെയാ അവൻ അടക്കിയിരിക്കണേ? അവിടേക്ക് പോകാം. അപ്പോൾ ഉടനെ മറിയം ഈശോൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റും. അപ്പോൾ ഇവിടെ ഈശോയുടെ ഉത്ഥാനവും ലാസറിൻ്റെ ഉത്ഥാനം തമ്മിൽ വ്യത്യാസമുണ്ട്. ലാസറിൻ്റെ ഉത്ഥാനം ഈശോൻ്റെ ഉത്ഥാനം തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അപ്പോൾ സബ്ജക്റ്റ് മാറും. അപ്പോൾ മാർത്ത പറഞ്ഞു, അയ്യോ കർത്താവ്, ഇപ്പോൾ ദുർഗന്ധം അവയ്ക്കുണ്ടാവും, 4-ാം ദിവസമായി ശരീരം ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നതിൽ വലിയ രഹസ്യമുണ്ട് കണ്ടോ. ഒരാൾ മരിച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ ശരീരം അഴുകും. അതുകൊണ്ടാണ് ഈശോയുടെ ശരീരം 3-ാം ദിവസം തന്നെ ഉയർപ്പിച്ചത്. 3 ദിവസം കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ശരീരം അഴുകും. അങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുന്നു. ആ അഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കർത്താവ് പറയണത്, ഞാൻ അവനെ ഉയർപ്പിക്കും. ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു. നോക്കൂ, ആ നടക്കുന്നത് ആരാ? പുനരുത്ഥാനം. ഞാനാകുന്നു പുനരുത്ഥാനം. ആരാ അവിടെ നിൽക്കുന്നേ? നസ്രായനായ യേശു ആണെന്ന് ഒരാൾ പറയും. ഒരാൾക്ക് അത് നമ്മുടെ കാർപ്പൻ്റർ ഔസേപ്പിൻ്റെ മോനല്ലേ. പക്ഷേ മറിയം പറയുമ്പോൾ അവനാണ് പുനരുത്ഥാനവും ജീവനും. വ്യത്യാസം കണ്ടോ? അതാണ് വിശ്വാസം. മറ്റുള്ളവർക്കെല്ലാം നോക്കുമ്പോൾ മരപ്പണിക്കാരൻ ഔസേപ്പിൻ്റെ മോൻ, അസ്രത്തിലെ ആ മരപ്പണിക്കാരൻ ചെറുക്കൻ. എന്നാൽ ഇപ്പോൾ മറിയം എന്ത് പറയും? ഞാൻ വിശ്വസിക്കുന്നു അങ്ങാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന അഭിഷിക്തൻ, പുനരുത്ഥാനവും ജീവനും. ഇങ്ങനെ നമ്മളൊന്ന് വിശ്വസിച്ചേ. നമ്മൾ അവിടെ കാണുന്ന ആ ഗലീലി കടപ്പുറത്ത് ഓടി നടക്കണോ? ആരാണത്? നസ്രായനായ ഈശോ. അതെ, ആ നസ്രായനായ മരപ്പണിക്കാരൻ്റെ മകൻ, ഔസേപ്പിൻ്റെ മകനെ നമ്മൾ എന്തെന്ന് കാണണോ? ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന പുനരുത്ഥാനം ഇപ്പം തന്നെ വന്നിരിക്കുന്നു. ഞാനാകുന്നു പുനരുത്ഥാനം. ഞാൻ ഐ ആം ദ റിസറക്ഷൻ. ഒന്നാലോചിച്ചു, ഐ ആം ദ റിസറക്ഷൻ. ഞാൻ പുനരുത്ഥാനം തരുമെന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പുനരുത്ഥാനം തരും എന്ന് ഒരു ഫ്യൂച്ചർ ടെൻസിലല്ല പറയുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഞാനാകുന്നു, ഐ ആം ദ റിസറക്ഷൻ, ഐ ആം ദ റിസറക്ഷൻ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ മറ്റേ അബ്രാഹത്തിനോട് പറഞ്ഞ പോലെ, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം വിശ്വസിച്ച പോലെ തന്നെ
ഇത് യേശു പറഞ്ഞപ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ദാനം മാർത്താ മറിയത്തിന് കിട്ടി. മാർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഇംഗ്ലീഷ് ടെസ്റ്റിൽ പറയുന്നത് ഐ ഹാവ് കം ടു ബിലീവ് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ആ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനിയാണ് വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഡെവലപ്മെൻ്റ് അവിടെ മനസ്സിലാകും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കും. കണ്ടോ, വലിയൊരു ഡെവലപ്മെൻ്റാണത്. നമ്മൾ വിചാരിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ മാർത്താ മറിയം ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നേ ഉള്ളൂ. അവരോട് പ്രാർത്ഥിക്കാനും പറയുന്നില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. വിശ്വാസം ദൈവത്തിന് ദാനമാണ്. പക്ഷെ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നോക്ക്, അവിടെ കല്ലറയിൽ ചീഞ്ഞ ശരീരം, അവളുടെ സഹോദരൻ്റെ ചീഞ്ഞ ശരീരം. അവൾ എന്ത് ചെയ്യണു? അവൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? ഈ നിൽക്കുന്ന ആൾ അന്ത്യദിനത്തിൽ ഉത്ഥാനം നൽകുന്നവനാണ്, എന്നാൽ അവൻ തന്നെയാണ് ഉത്ഥാനം. വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ അവൻ പറയുകയും വെളിപ്പെടുത്തുകയും. ഇപ്പം നമ്മൾ ആ രണ്ട് വാക്കിനെയാണ് വിവരിക്കുന്നത്. അവൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാനാകുന്നു പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ വെളിപ്പെടുത്തൽ ഡെമോൺസ്ട്രേഷൻ നൽകുകയാണ് അവിടെ. പിതാവേ, അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അങ്ങ് കേൾക്കും. എന്നാൽ ഇപ്പോൾ ഞാനിത് ശബ്ദമുയർത്തി പറയുന്നത് ഇവിടെയുള്ളവരെല്ലാം അങ്ങാണ് എന്നെ അയച്ചതെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. ഈശോയുടെ വരാനിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി മുൻകൂട്ടി പ്രവർത്തിച്ചുകൊണ്ട് ഞാനാകുന്നു പുനരുത്ഥാനം. ആ ശക്തി മുഴുവനും, പുനരുത്ഥാനം മുഴുവനും, ചീഞ്ഞ ലാസർ ഇതാ പുതുജീവൻ പ്രാപിച്ച് പുറത്തു വരുന്നു. വിശ്വാസം. വിശ്വസിക്കൂ. ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് കാറ്റക്കിസത്തിൽ 1002-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, അവസാന നാളിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നത് സത്യമെങ്കിൽ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ നമ്മുടെ ശരീരം ഉയർക്കുമെന്നത് സത്യമെങ്കിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ ഉയർപ്പ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതും സത്യമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ 1002 ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളിയാകുന്നു. അതാണ് വിശ്വാസം. ഞാനാകുന്നു, I am. ഞാനാകുന്നു അന്ത്യദിനത്തിലെ പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തെ ഇന്ന് നിനക്ക് ലഭിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ടാണ് 426 CCC 426 426 ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്താണ് മതബോധനം? മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നമ്മൾ സത്യം എന്നൊരു വ്യക്തി, ഇപ്പോൾ നമ്മൾ പുനരുത്ഥാനം എന്ന വ്യക്തി, നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. എന്നാൽ അതാണത്. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. കേട്ടോ, അപ്പോൾ ഇപ്പോൾ നമ്മോടൊത്ത് വസിക്കുന്ന ആൾ ആരാ? ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ആ ആളാണ്. ഉത്ഥാനം ചെയ്ത്. അപ്പോൾ നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, അഥവാ നമുക്ക് വേണ്ടി മനുഷ്യരായി അവതരിച്ചു, പീഡകൾ സഹിച്ചു, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, അതിനുശേഷം ഇപ്പോൾ നമ്മോടൊത്ത് വസിക്കുന്നു. ഇതാണ് മതബോധനത്തിൻ്റെ അന്തസത്ത. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തസത്ത ഇതാണ്.
സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുക കണ്ടോ. അപ്പോൾ ഒന്ന്, ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും. അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തു സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നതും. അതിൻ്റെ ഒരു ഉദാഹരണം കാറ്റക്കിസത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എടുക്കാം. 1266 മാമോദീസായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ 1266 അവസാനത്തെ ഒരു ഭാഗം ഇതാണ് പറയുന്നത്: ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിരിക്കുന്നു. ഒരു സാമ്പിൾ എടുത്തതാണ്, സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. 1266 അവസാനത്തെ ഖണ്ഡിക, ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ 1267 മാമോദീസ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. ആകയാൽ നമ്മൾ പരസ്പരം അവയവങ്ങളാണ്. മാമോദീസ നമ്മെ സഭയിൽ ഉൾച്ചേർക്കുന്നു. മാമോദീസ തൊട്ടികളിൽ നിന്ന് പുതിയ ഉടമ്പടിയുടേതായ ഒരു ദൈവജനം പിറക്കുന്നു. അത് പ്രകൃതിദത്തമോ മാനുഷികമോ ആയ രാഷ്ട്ര സാംസ്കാരിക വർഗ ലിംഗ പരിധികളെല്ലാം ഉല്ലംഘിക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ്. എന്തെന്നാൽ നമ്മളെല്ലാവരും ഒരേ ആത്മാവിനാൽ ഒറ്റ ശരീരത്തിലേക്ക് മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമായി. ഇപ്പോൾ ക്രിസ്തു സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ക്രിസ്തു നമ്മുടെ ശിരസ്സാണ്. ആ ശിരസ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയിരിക്കുമ്പോൾ ആ ശിരസിനോട് കൂടി ആര് പോകുന്നു? ശരീരം പോകുന്നു. ശരീരം ആരാണ്? ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളും പിതാവിൻ്റെ വലതുഭാഗത്താകുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.